വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വൈറ്റിനെ ഇന്ന് നമ്മൾ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പം അവനിങ്ങനെ ഓടി ഓടി കളിക്കുന്നുണ്ട്. ആക്ച്വലി അവന് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാറിങ്ങനെ തുറക്കുമ്പോഴേ അവനിങ്ങനെ ചാടി കയറും. എന്നിട്ട് അവനിങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ഗ്രൂമിങ് പാർലറിൽ തന്നെയാണ് അവനെ കൊണ്ടുപോകുന്നത്. സാധാരണ അവിടെ തന്നെയാണ് കൊണ്ടുപോകാറ്. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം അവനാകെ മൊത്തം ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പം ബാക്കി രണ്ടുപേരും ഞാൻ വീട്ടിലിരുത്തി. ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പം അവൻ്റെ വിചാരം നമ്മൾ വേറെ എവിടെയോ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോവാണെന്നുള്ള വിചാരമാണ്. അതാണ് അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. പിന്നെ നമ്മൾ കയറാനും വേണ്ടിയൊക്കെ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചൊരു പെടപ്പായിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ചൂടും എടുക്കുന്നത് കൊണ്ട് അവനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചൂടെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലാസ് അങ്ങ് താഴ്ത്തി കൊടുത്തത്. ഒരു 10 മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഈ ഗ്രൂം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവനാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പുറത്തിനി ഏതെങ്കിലും ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ അതിനെ നോക്കി കുരച്ച് ഇച്ചിരി ബഹളമൊക്കെ വയ്ക്കും വേറെ ഡോഗ്സിനെയൊക്കെ കണ്ടാൽ. പിന്നെ AC വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് അവൻ ആ ഫാനിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പം ഇതേപോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കി പുറത്താരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കാറ്റ് കൊള്ളുമ്പോൾ അവന് ഭയങ്കര ഒരു ആശ്വാസം പോലെയാണ്. അവൻ ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവനിങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് തല ഇങ്ങനെ വെളിയിലേക്ക് ഇടുന്നത്. ഇതാണ് ഗ്രൂമിങ് പാർലർ. നമ്മൾ അവിടെ എത്തി. ഇനിയിപ്പം ഓൾറെഡി നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ വേറെ ഡോഗ്സൊന്നും ഗ്രൂം ചെയ്യാനില്ലതാണ്. ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ നോക്കുകയാണ്. അവനെ കൂട്ടാതെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത്. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവൻ ഭയങ്കര ബഹളമായിരിക്കും. വേഗം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അകത്തൊന്ന് കയറി നോക്കിയതാണ് വേറെ ഡോഗ്സ് എന്തെങ്കിലും ഉണ്ടോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം അവനും എൻ്റെ ഫ്രണ്ടും കൂടി കാറിനകത്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവൻ ചാടുന്ന കണ്ടില്ലേ, അവനിങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവനെ എടുത്ത് നമുക്ക് ആ ഗ്രൂം ചെയ്യുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോകാം. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി. വീക്കർ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ചേട്ടനാണ് നമ്മുടെ വൈറ്റിനെ ഗ്രൂം ചെയ്യിക്കുന്നത്. പുള്ളി ഒരു ഹിന്ദിക്കാരനാണ്. എൻ്റെ ഹിന്ദിയിലുള്ള പ്രാവീണ്യം കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനെ അന്തിച്ച് വെക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന മുറി ഹിന്ദിയൊക്കെ വെച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതായത് ആ ഹെയറൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്യണം, പക്ഷെ ഒരുപാട് ഷോർട്ട് ചെയ്യണ്ട, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് ആ ചേട്ടൻ ചിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഹിന്ദി കേട്ടിട്ട്. കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, അവനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. കൊണ്ടുവരുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് നേരത്തേക്ക് അവനിങ്ങനെയാണ് നിൽക്കണോ ഇരിക്കണോ. പിന്നെ നമ്മൾ സാധാരണ അവനെ അങ്ങനെ ടൈ ചെയ്ത് ഇടാറുമില്ല. അപ്പോൾ അവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കുളിക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ വൈറ്റിന്. പക്ഷെ മഴയത്തും കണ്ട ചെളിവെള്ളത്തിലും ഒക്കെ പോയിരിക്കും. ഇത് കണ്ടില്ല, അവൻ്റെ ഫേസിൻ്റെ അവിടെയൊക്കെ നോക്കി ഒരു ആകെ കളറൊക്കെ മാറി. നല്ല പണിയാണ് കേട്ടോ ഇവന് ഈ ഇങ്ങനൊരു കളറിൽ, വൈറ്റ് കളറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണിയാണ്. പിന്നെ ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോട്ട്സൊക്കെ കളയാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ്. പിന്നെ ഞാൻ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് പോകാം. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവത്തിലിട്ടിട്ടാണ് ഇങ്ങനെ കുളിപ്പിക്കുന്നത്. ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ടൈ ചെയ്തിടും. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അവൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നത് തന്നെ. ഇത് കഴിയാറായില്ലേ എന്നുള്ള. ഇതിനകത്തിപ്പം ടിക് ഫ്രീ ബാത്താണ് നമ്മൾ ചെയ്തത്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ബോഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കുറച്ച് ടിക്സ് വന്നു മേത്ത്. അപ്പം അത് പോകുന്നുണ്ടായിരുന്നില്ല. അന്നേരം ടിക്ക് ഫ്രീ ബാത്തും ഒക്കെയാണ് നമ്മൾ ചെയ്തത്. ഇത് കൂടാതെ നമ്മൾ ഇതിന് മുന്നേ സ്പോട്ട് ഓണും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടൻ ഈ കണ്ണിൻ്റെ ഇവിടെ തേക്കുന്ന കണ്ടില്ല, അത് ഈ കണ്ണിൻ്റെ സൈഡിലുള്ള സ്റ്റെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നല്ല വെളുത്ത് സുന്ദരനായി എൻ്റെ കുഞ്ഞിക്കണ്ണൻ. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആണ് ഇവനിങ്ങനെ ചാടി ചാടി കളിക്കുന്നതാണ്. വേഗം ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായി. ഒട്ടും കുളിക്കാൻ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, മഴയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മഴയത്ത് പോകാനും ചെളി വെള്ളത്തിൽ കിടന്ന് ഉരുളാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുളിക്കാനൊട്ടും ഇഷ്ടമല്ല. മേ ബി അത് വൃത്തിയാവുന്നതുകൊണ്ടായിരിക്കും അവന് തീരെ താല്പര്യമില്ലാത്തത്. വേഗം ചാടി പുറത്തേക്ക് വരാനുള്ള പത്രപ്പാടിലാണ് കുഞ്ഞിക്കണ്ണൻ. അവർ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കുളിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നല്ലൊരു സിറം പോലത്തെ ഒരു സാധനമൊക്കെ ഇടും. അത് ഭയങ്കര നല്ല സ്മെല്ലാണേ. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. കുറേ സമയമായി. അപ്പോൾ പരിപാടിയൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എന്നിട്ട് വേണം വൈറ്റ് ബേബിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.